ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ കലാപരിപാടി ഈസ് വാട്ട് എന്തായിരിക്കും? അത് തന്നെ, എങ്ങനെ മോഡലാം, ഹൗ ടു ബിക്കം എ മോഡൽ ഓർ ഹൗ ഡിഡ് ഐ ബിക്കം എ മോഡൽ. ബിക്കോസ് ഈ വീഡിയോൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്നെ കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മെസ്സേജ് ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് മെയിലായിട്ടാണെങ്കിലും എനിക്ക് എന്നോട് ചോദിക്കുന്ന പല പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ്, ചേട്ടൻ എങ്ങനെയായിട്ട് മോഡലായത്, അല്ലെങ്കിൽ മോഡലിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. സോ മോഡലാവുള്ള ഗുണങ്ങൾ എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. സോ ബേസിക്കലി ഈ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ദാറ്റ്, ഓൾ അബൌട്ട് വാട്ട് ഞാനെങ്ങനെ മോഡലായി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിച്ചേരാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. സോ ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു മോഡലിംഗ് ജേർണി. ഞാനത് പറഞ്ഞ് ക്രിഞ്ച് എടുപ്പിക്കണില്ല. ഞാൻ +2 കഴിഞ്ഞപ്പോൾ മോഡലാകാൻ വേണ്ടി ആഗ്രഹമായി ചെന്നത്തേക്ക് ഒരു ലുലു ഫാഷൻ വീക്കിലായിരുന്നു. ലുലു ഫാഷൻ വീക്കിൽ ചെന്നപ്പോഴത്തേക്കിനും എനിക്ക് അവിടുത്തെ ആൾ എന്നെ കുറച്ച് മോഡൽസിനെ കാണിച്ചു തന്നു. സോ ഇങ്ങനെയാണ് മോഡലാവാനുള്ള മോഡലിന് അപ്പിയറൻസ് ഇതാണ്. സോ ഇങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ മോനെ നിനക്ക് ഞാൻ മോഡലാക്കി തരാമെന്ന് പറഞ്ഞു. സോ മോൻ അവിടെ നിന്നിട്ട് മോഡൽസിനെ കണ്ടിട്ട് ഓക്കെ ഇതാണ് മോഡൽസ് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് കോട്ടയത്ത് വന്നു. ദെൻ ഐ സ്റ്റാർട്ടഡ് മൈ ഫാറ്റ് ലോസ് ജേർണി. സോ അങ്ങനെയാണ് എൻ്റെ ഒരു മോഡലിംഗ്, എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നിങ്ങളെപ്പോലൊക്കെ തന്നെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഇതൊരു ആസ്പയറിങ് മോഡലാണ് കാണുന്നെങ്കിൽ, നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആ ഒരു ഇൻഡസ്ട്രിയെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് സീറോ കോണ്ടാക്റ്റ് ആയിരുന്നു. എനിക്കൊരു തേങ്ങ എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. സോ എൻ്റെ ജേർണി എൻ്റെ ഫാഷൻ ഇൻഡസ്ട്രി, മോഡലിംഗ് ഇൻഡസ്ട്രി, എൻ്റെ ജേർണി ആക്ച്വലി 2 ഫേസ് ഉണ്ട്. 2 ഫേസ് എന്ന് പറയുമ്പോഴത്തേന് ഫസ്റ്റ് ഫേസിൽ ഞാൻ ബൾക്കാണ്. എൻ്റെ അപ്പിയറൻസ് അത്രയും, ഞാൻ ബൾക്കാണ്. എനിക്ക് ഹൈറ്റൊക്കെ ഉണ്ട്, ഞാൻ ബൾക്കാണ്. ഞാനൊരു മോഡലിംഗ് ഫിസിക്കോ സ്ട്രക്ചറോ ഉണ്ടായിരുന്നില്ല. ബട്ട് ആ മീൻ ടൈം ഞാൻ ആ ടൈമിലും ഞാൻ ഷോസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയില്ല അത് ഗ്രേറ്റ് ഷോ എന്ന് ഞാൻ പറയില്ല. ആ ടൈമിൽ എനിക്കത് ഗ്രേറ്റ് ഷോ ആയിരുന്നു. ബട്ട് ഞാൻ ആ ഒരു ഷോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ലൈക്ക് എൻ്റെ ഒരു ക്വാളിറ്റി ബേസ് ചെയ്ത് വിളിച്ചതൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമുക്ക് എന്താണോ വേണ്ടത് നമ്മളത് മനസ്സിലാക്കുക, നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മളിൽ എന്താണ് നല്ലതുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഫീൽഡിലേക്ക് ഇറങ്ങിച്ചില്ല എന്നാണ് ഞാൻ പഠിച്ചൊരു പാഠം. സോ ഞാൻ നോക്കി ഒരു മെയിൽ മോഡലാവാൻ, ടോപ്പ് മെയിൽ മോഡൽസിന് എന്തൊക്കെയാണ് വേണ്ടത്. സോ ബേസിക്കലി അവർക്ക് ലീനായിട്ടിരിക്കുക. ഓഫ് കോഴ്സ് ലീനായിട്ട് നമ്മൾ ആ പരിപാടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാന്ന് ഓർത്ത് ഞാൻ പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഫാറ്റ് ലോസ് ജേർണിയിലേക്ക് കയറിയതാണ്. സോ ബേസിക്കലി എൻ്റെ ഒരു കരിയർ എനിക്ക് രണ്ടാമതൊരു ബ്രേക്ക് കിട്ടിയത്, നല്ലൊരു ബ്രേക്ക് കിട്ടിയത് എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കേണ്ടി ഞാൻ പിന്നെയും എന്നെ ഇങ്ങോട്ട് ഹയർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് പേയ്മെൻറ്റ് നിന്ന് ഹയർ ചെയ്യാൻ തുടങ്ങി. സോ അതാണ് ലൈക്ക് എനിക്ക് മനസ്സിലായി എന്ത് സ്ട്രെങ്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് കൂടുതൽ ഞാനത് പോളിഷ് ചെയ്തു. സോ ബേസിക്കലി നിങ്ങൾക്കൊരു മോഡലാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏത് മോഡലാവാനാണ് നിങ്ങൾക്ക് ക്വാളിറ്റിയെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. സോ നമ്മുടെ സെൽഫ് വാല്യുവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കരിയറിൽ. ഇപ്പോൾ മോഡലിംഗ് എന്നല്ല, ഏതൊരു ഫീൽഡിലേക്ക് പോകണമെങ്കിലും മറ്റൊരാൾ പറഞ്ഞിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സ്വന്തം ലൈക്ക് നമുക്ക് എന്തൊക്കെ ഉണ്ട്, നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കിയിട്ട് ഓരോ ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞു, അതാണ് നിനക്ക് നല്ലത്, മേ ബി നല്ലതായിരിക്കാം. സോ നമുക്കൂടെ പറ്റുമോ നമ്മളും കൂടെ ഒന്ന് അനലൈസ് ചെയ്യുക. അങ്ങനെ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഈവൻ ഞാൻ +2 കഴിഞ്ഞ് ഹോം സയൻസ് എടുക്കാൻ പോയിട്ടുണ്ട്, +2 ഹോം സയൻസ് എടുക്കാൻ പോയിട്ടുണ്ട്, അങ്ങനെ BA ലിറ്ററേച്ചറിന് പോയിട്ടുണ്ട്. അതൊക്കെ ലൈക്ക് എൻ്റേതായ ഡിസിഷൻ അല്ലായിരുന്നു. അതങ്ങനെ പറഞ്ഞു പോകണ കുറേ കാര്യങ്ങളുണ്ട്. സോ ബേസിക്കലി സെൽഫ് വാല്യുവേഷൻ ഓക്കെ. സോ അങ്ങനെ ഞാൻ വാല്യൂ ചെയ്തിട്ട് എനിക്ക് ഹൈറ്റ് ഉണ്ട്. ഓഫ് കോഴ്സ് എനിക്ക് ഹൈറ്റ് ഉണ്ട്, അതെനിക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നി. അത് ഓവർ ആവാനും പാടില്ല. ബട്ട് ഫൈൻ, എനിക്ക് 6'4", 6'4 ഉണ്ടായിരുന്നു ഞാൻ. അത് റൈറ്റെന്ന് ഞാൻ പറയരുത്, അത് കുറച്ച് ഓവറും കൂടെയാണ്. സോ ആ ഒരു അപ്പിയറൻസിൽ എനിക്ക് ലീൻ ആയാലും എനിക്ക് ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ഞാൻ ലീനായിട്ട് എനിക്ക് എന്താണുള്ളത് ഞാൻ റൺവേയിലേക്ക് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ റൺവേ മോഡിലായിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. സോ നിങ്ങൾക്ക് ആവാൻ ആഗ്രഹമുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. ഇഫ് നിങ്ങൾക്ക് ഹൈറ്റ് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ റൺവേ മോഡലാവാൻ ഞാനത് പറയില്ല. കാരണം വെൻ ഇറ്റ് കംസ് ടു എ പ്രൊഫഷണൽ ഷോ, അല്ലെങ്കിൽ നല്ലൊരു ഷോ ഡയറക്ടർ നിങ്ങളെ ഹയർ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ ഹൈറ്റ് ഒരു മാൻഡേറ്ററി ആയിട്ട് നോക്കാറുണ്ട്. സോ നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ യു ഷുഡ് ട്രൈ ഫോർ കൊമേഴ്ഷ്യൽ മോഡലിംഗ്, അല്ലെങ്കിൽ പ്രിൻ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫിസിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിറ്റ്നസ് മോഡലാകാൻ നോക്കുക. സോ നമ്മൾ എന്താണ് വേണ്ടത് നമ്മൾ തന്നെ അത് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുക. സോ എൻ്റെ കരിയർ ഞാൻ റൺവേ മോഡൽ സ്റ്റാർട്ട് ചെയ്തു. സോ റൺവേ മോഡലിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് ഇസ് ഹൈറ്റ്. ബേസിക്കലി ഒരു 5'8" to 6'4", 6'3" വരെയാണ് ആ ഹൈറ്റിൻ്റെ ആ ഒരു
ക്രൈറ്റീരിയ നടക്കുക. സോ ഹൈറ്റില്ലാണ്ട് നിങ്ങളിപ്പോൾ റൺവേ മോഡലാണ് നോക്കിയാൽ ഐ ഡോണ്ട് നോ ലൈക്ക് എത്രത്തോളം അത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. മേ ബി നിങ്ങൾക്ക് 2-3 ഷോ 1-2 ഷോ ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. മേ ബി ഇൻസ്റ്റാഗ്രാമിൽ മോഡലിന് കാണിക്കാൻ വേണ്ടി മേ ബി ചെയ്യാൻ പറ്റുമായിരിക്കാം. ബട്ട് ഒരു പ്രൊഫഷണൽ മോഡൽ റൺവേ മോഡലാണെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് വെരി മാൻഡേറ്ററി ആണ്. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സോ സെക്കൻഡ് തിങ് ഈസ് ഫിസിക് ആക്ച്വലി. സോ ഫിസിക് എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഭയങ്കര ബൾക്കി, ഭയങ്കര മസ്കുലർ ഒന്നും ആവണമെന്നില്ല. ഹി ഓർ ഷീ ഷുഡ് ബി ലീൻ, അത്രേ ഉള്ളൂ. ലൈക്ക് വേസ്റ്റ് ആണെങ്കിൽ 32, ചെസ്റ്റ് ആണെങ്കിൽ 40 സെൻറ്റിമീറ്റർ, വേസ്റ്റ് 32 സെൻറ്റിമീറ്റേഴ്സ്. അതാണ് ഒരു മെയിൽ മോഡലിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും. സോ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നിങ്ങൾ ഓവറായിട്ട് ലീൻ ആവാനും പാടില്ല, ഓവറായിട്ട് ബൾക്ക് ആവാനും പാടില്ല. ഇഫ് യു ആർ ലൈക്ക് വെരി നല്ലൊരു മസ്കുലർ, നല്ലൊരു ഫിറ്റ്നസ് ബോഡി ആണെങ്കിൽ, നല്ലൊരു ബൾക്ക് ബോഡിയാണ്, നിങ്ങൾ റൺവേ നോക്കാണ്ട് നിങ്ങൾ ഫിറ്റ്നസ് മോഡലിംഗ് നോക്കാം, കൊമേഴ്ഷ്യൽസ് നോക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് സോ ബേസിക് തിങ് ഈസ് നിങ്ങൾക്ക് എന്താണോ ഉള്ളതെന്ന് മനസ്സിലാക്കി പെരുമാറാൻ മനസ്സിലാക്കി നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക. ദെൻ ഏജിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ എയർലി സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചൊരു സർട്ടൻ ഏജ് ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു ഫീൽഡിൽ അത്യാവശ്യം ഒരു കീ പ്ലെയർ ആകാൻ പറ്റും. സോ ലേറ്റായിട്ട് തുടങ്ങി അത്രത്തോളം ലേറ്റ് ആവും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ റൺവേ മോഡൽസിനൊക്കെ ഏജ് നോക്കുകയാണെങ്കിൽ ഏജിൽ കാര്യമില്ല. നമ്മുടെ ആ ഒരു ഫിറ്റ്നസ്, നമ്മുടെ ആ ഒരു കോൺഫിഡൻസ്, നമ്മുടെ ആ ഒരു അപ്പിയറൻസ് നല്ലതാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽഡിൽ എത്രയും നാൾ വേണം നിൽക്കുക. എനിക്ക് പേഴ്സണലി അറിയാം, നല്ല ഏജിലുള്ള ആൾക്കാരുണ്ട്, യങ്ങറായിട്ടുള്ള ആൾക്കാരുണ്ട്. സോ കൊമേഴ്ഷ്യൽ മോഡൽസ് ആണെങ്കിൽ അത് ഏജിന് ഒരു മാറ്ററേ അല്ല. സോ ഏജിലൊന്നും കാര്യം ഉണ്ടാവില്ല. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാനും പറയുന്നു. അതൊരു നമ്പർ മാത്രമാണ്. നമുക്കത് നമ്മുടെ ക്വാളിറ്റി, നമുക്ക് അത്രത്തോളം സ്കില്ലുണ്ടെങ്കിൽ നമുക്കത് ഏജൊന്നും ഒരു മാറ്ററേ ഉണ്ടാവില്ല. ദെൻ അടുത്തൊരു മെയിൻ തിങ് ഞാൻ മനസ്സിലാക്കിയത്, പേഴ്സണാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മോഡലിങ്ങിൽ മാത്രമല്ല, ഇൻ എവറി ഫീൽഡ്, ഈച്ച് ആൻഡ് എവറി ഫീൽഡിൽ ആ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു വർക്ക് പ്രൊഫഷണൽ എത്തിക്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. നമ്മൾ ആ ഒരു പേഴ്സൺ കുറച്ച് കരിസ്മാറ്റിക് ആയിട്ട് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ, നമുക്ക് ആ ഫീൽഡിൽ 10 മോഡൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേഴ്സണാലിറ്റി കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഡിവിജ്വലായിട്ട് മാറി നിൽക്കാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് സിമ്പിളായിട്ട് നമ്മൾ കോൾ ടൈം പറഞ്ഞാൽ കോൾ ടൈം ഫോളോ ചെയ്യുക, നമുക്ക് കൊറിയോ പറഞ്ഞാൽ കൊറിയോ നന്നായിട്ട് മനസ്സിലാക്കുക, വേറെ ലൂസ് സ്റ്റോക്സിന് പോകാണ്ടിരിക്കുക. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പേഴ്സണാലിറ്റി മാറ്റേഴ്സ്. അതിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും, അത് മോഡലിംഗ് ആണെങ്കിലും IT ആണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും പേഴ്സണാലിറ്റി മാറ്റേഴ്സ്. സോ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ബോണസ് ഇൻ ദ സെൻസ് നമുക്കൊരു ലൈക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം നമ്മുടെ ഫീച്ചർ എന്താണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചിലർക്ക് ഐസ് നല്ലതായിരിക്കും, ചിലർക്ക് ലൈക്ക് ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണെങ്കിലും ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് റൺവേ മോഡൽസിനാണെങ്കിൽ ലൈക്ക് വാക്കിംഗ് ആണെങ്കിൽ നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി കാണുമല്ലോ. അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ വർക്ക് ഓൺ ചെയ്യാൻ നോക്കുക. സോ ബേസിക്കലി ഇതാണ് റൺവേ മോഡലാകാൻ വേണ്ടി നിങ്ങൾക്ക് നല്ലൊരു സ്പെഷ്യൽ ഹൈറ്റും, നല്ലൊരു ലീൻ ബോഡിയും, നല്ലൊരു പേഴ്സണാലിറ്റിയും, ആ ഒരു വാക്കിംഗ് സ്റ്റൈലൊക്കെ ആണെങ്കിൽ, വാക്കിംഗ് സ്റ്റൈലൊക്കെ നമുക്ക് പ്രാക്ടീസ് മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ, ഈ വാക്കിംഗ് സ്റ്റൈലൊക്കെ. സോ ബേസിക്കലി ഇതാണ്. സോ ഫസ്റ്റ് എൻട്രി ഫോർ ലൈക്ക് എന്താ പറയുന്നത്, ഞാൻ എൻട്രി ചെയ്തത് ലൈക്ക് ഐ യൂസ് ടു ലൈക്ക് ഞാൻ നല്ല പോർട്ട്ഫോളിയോസ് എടുക്കുമായിരുന്നു. പോർട്ട്ഫോളിയോ ഇൻ ദ സെൻസ് ലൈക്ക് എനിക്ക് ഫ്രണ്ട്സിന് ക്യാമറ ഉണ്ടായിരുന്നു. സോ അവിടെ പോയി ഫോട്ടോസ് എടുക്കും, അതൊക്കെ തന്നെയാണ്. അതിനുവേണ്ടി കാശ് മുടക്കി പോർട്ട്ഫോളിയോ എടുക്കുന്നതുകൊണ്ട് ഞാനതിൽ നല്ലതാണ്. ഞാൻ മോശം പറയില്ല. ഞാൻ ഇതുവരെ 10 പൈസ മുടക്കിയിട്ടില്ല ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എന്നും പറഞ്ഞ് 10 പൈസ മുടക്കിയിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും ക്യാമറയുണ്ട്. അന്നത്തെ കാലത്തും ക്യാമറ ഉണ്ടായിരുന്നു. DSLR ഉള്ള ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. സോ സ്പെഷ്യൽ താങ്ക്സ് ടു ദാറ്റ് ഫ്രണ്ട്സ്. സോ ഞാൻ ആ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു, ഇവന് അയച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ എൻ ടു എൻ നമ്മൾ പോയി മീറ്റ് ചെയ്ത് നമ്മൾ ഓഡീഷന് പോകണം. അങ്ങനെ കുറച്ച് എൻട്രീസ് നമുക്ക് കിട്ടും. ഇപ്പം ഓഡിഷൻ ആക്ച്വലി ബേസിക്കലി സൗത്തിലൊരു മെയിൽ മോഡലിന് വർക്ക് അല്ലെങ്കിൽ മെയിൽ മോഡൽ ഇൻഡസ്ട്രീസ് വെരി ഡൾ ആക്ച്വലി. എസ്പെഷ്യലി കേരളത്തിൽ അങ്ങനെ വലിയ ഷോസ് ഒന്നും അങ്ങനെ നടക്കാറില്ല. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം കമ്മി ആയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. സോ ഇഫ് യു ആർ വെരി സീരിയസ് അബൌട്ട് ടു ബിക്കം എ മെയിൽ മോഡൽ, കേരളത്തിൽ നിന്ന് ചാടുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും. ഈ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ക്വാളിറ്റി ഒന്നും ഇല്ലാതെ ആ ഒരു ഹൈറ്റിൻ്റെ മാൻഡേറ്ററി, ആ ഒരു ഹൈറ്റ് ഫിസിക്കൊന്നും ഇല്ലാതെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഫ് യു ആർ വെരി സീരിയസ് അബൌട്ട് റൺവേ മോഡൽ അല്ലെങ്കിൽ മോഡലിംഗ് കേരളത്തിൽ നിന്ന് വെളിയിൽ ചാടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ പറയുന്നതല്ല, കേരളത്തിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അത് റൈറ്റ് ആളുടെ അടുത്ത് പോയി കണ്ട് റൈറ്റായിട്ട് ഡീൽ ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്.
ഇഫ് യു ആർ വെരി സീരിയസ് അബൌട്ട് ദിസ്. സോ എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ ലൈക്ക് എന്താ പറയുക, ഫോട്ടോസ് വെരി ഇമ്പോർട്ടൻ്റ് ആക്ച്വലി. അതിൽ നമുക്കിപ്പം എല്ലാവർക്കും ഒരു വിചാരമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഗ്ലാസ് വെച്ചേക്കുന്നത് ഒരു രസത്തിനാട്ടോ. എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ഈ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുമ്പോഴത്തേനും ഗ്ലാസ് വെച്ചിട്ട് ഫിൽറ്റർ വെച്ചിട്ട് ബൈക്കിനെ മണ്ടയ്ക്ക് ഇരുന്നിട്ട്, അല്ലെങ്കിൽ എനിക്ക് വെരി ലൈക്ക് നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ്സ് ഒന്നും വെച്ചിട്ട് നമ്മൾ ആർക്കും ഒരു ഓഡീഷനോ ഒരിക്കലും നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പാടില്ല. ഫിൽറ്റർ ഇട്ടിട്ടോ എഡിറ്റ് ചെയ്തിട്ടൊന്നും അയച്ചു കൊടുക്കാൻ പാടില്ല. ഇറ്റ്സ് വെരി അൺഎത്തിക്കൽ. നമുക്ക് എന്താണോ ഉള്ളത് നമ്മളത് പ്യുവറായിട്ട് അയച്ചു കൊടുക്കുക. പോളറൈറ്റ്സ് എന്ന് പറയില്ല, നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയും. ഫ്രണ്ട് പ്രൊഫൈൽ, സൈഡ് പ്രൊഫൈൽ ഉണ്ട്. സോ അങ്ങനെ കുറച്ച് പ്രൊഫൈൽസൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ യൂട്യൂബ് നോക്കിയാൽ കുറേ കാണും. ആ പ്രൊഫൈൽ നോക്കി നമ്മൾ അയച്ചു കൊടുക്കുക, നമ്മുടെ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ അയച്ചു കൊടുക്കുക. സോ സെൽഫ് ഇൻട്രഡക്ഷനിൽ നമ്മളിപ്പം ഞാനിത് പഠിക്കുന്നു, എൻ്റെ വീട്ടിൽ തത്തയുണ്ട്, പട്ടയുണ്ട്, പൂച്ചയുണ്ടെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. സോ ബേസിക്കലി സെൽഫ് ഇൻട്രഡക്ഷനിൽ ഞാൻ എന്താണ്, എൻ്റെ പേര് ഇതാണ്, ലൈക്ക് എൻ്റെ സ്ഥലം ഇതാണ്, എൻ്റെ ഏജ് ഇതാണ്, എൻ്റെ പ്രൊഫൈൽ ഇതാണ്, സൈഡ് പ്രൊഫൈൽ കാണിക്കുക. വേണം നമ്മുടെ ലാംഗ്വേജ് കാണിക്കാൻ വേണ്ടി ലാംഗ്വേജിൽ രണ്ടെണ്ണം പറയുന്ന സെൻസ് നമ്മുടെ ഹോബീസ് വേണമെങ്കിൽ പറയാം. അതൊക്കെ വെറും ലൂസ് ടോക്സ്. വേണമെങ്കിൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് പറയാം. പക്ഷെ അതൊക്കെ ഓവറാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓവറാക്കി ചളവാക്കേണ്ട ഒരു ആവശ്യമില്ല. പറ്റിയ എൻ്റെ സെൽഫ് ഇൻട്രഡക്ഷൻ ഞാൻ ഇതിൽ ആഡാക്കാൻ പറ്റും നോക്കാം. ഞാൻ എടുത്തിട്ട് കുറേ വർഷമായി, 2-3 വർഷം കണ്ടായി. ഇടയ്ക്കിടയ്ക്ക് എടുക്കണം നമ്മൾ സെൽഫ് ഇൻട്രഡക്ഷൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സോ ബേസിക്കലി ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ കുറച്ച് പോളറൈസ് ഫോട്ടോസും ഉണ്ടെങ്കിൽ നമുക്ക് ഹിറ്റ് ചെയ്യാം. നമുക്ക് നല്ലൊരു ഷോ ഡയറക്ടറോ അല്ലെങ്കിൽ നല്ലൊരു ഏജൻസീനെ, എനിക്ക് ഏജൻസിയൊക്കെ ഇവിടെ എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാൻ നല്ല ഏജൻസീസ് ഒന്നും ഇവിടെ ഇല്ല കേരളത്തിൽ ബേസിക്കലി. സോ അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എൻഡ് ടു എൻഡ് നല്ലൊരു ഷോ ഡയറക്ടറെ പോയി കണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ആവാൻ പറ്റും. സോ ബേസിക്കലി നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഹയർ ചെയ്യും. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പൈസ കൊടുത്ത് കയറുക, അല്ലെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുത്ത് വാക്ക് ചെയ്യാന്നൊക്കെ. അത് എനിക്കറിയില്ല അത് എത്രത്തോളം. കുറേ സ്കാമും പരിപാടികളൊക്കെ ഉണ്ട്. നമുക്കിപ്പം ഷോകളാണെങ്കിലും പല പല രീതികളിലുണ്ട്. നല്ലതുണ്ട്, അതിൻ്റെ കുറച്ച് കുറഞ്ഞതുണ്ട്, അങ്ങനെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഐ വാസ് എ പ്രൊഫഷണൽ മോഡൽ, അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ മോഡലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ അങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് അങ്ങോട്ട് പൈസ കൊടുത്ത് കയറേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മളിങ്ങോട്ടാണ് അവർ ഹയർ ചെയ്യുന്നത്. നമുക്കുള്ള ട്രാവലിംഗ് ആണെങ്കിലും മേ ബി ആദ്യത്തെ 2-3 ഷോയൊക്കെ മേ ബി നമുക്കൊന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല. ബേസിക്കലി എനിക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ആദ്യത്തെ കുറച്ച് ഷോസിനൊന്നും. എനിക്കെന്നല്ല, പകുതി ആൾക്കാർക്കൊന്നും കിട്ടാറില്ല. മേ ബി അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാം. നമ്മൾ ഫ്രഷറാണ് ആ ഫീൽഡിൽ. ഇഫ് നമ്മളൊരു 3-4 ഷോയൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും പേയ്മെൻറ്റ് കൊടുക്കും. ഞാൻ പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്. ആദ്യത്തെ 2 ഷോയ്ക്ക് മേ ബി ട്രാവലിംഗ് മാത്രം തരത്തുള്ളായിരിക്കും. ബട്ട് ആ ഒരു സിനാരിയോ കഴിഞ്ഞു. ഇപ്പം നമ്മളെ ഹയർ ചെയ്യുകയാണ്. നമ്മളെ ആ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ഷോയ്ക്ക് വേണ്ടി അവർ ഹയർ ചെയ്താൽ അവർ നമുക്ക് പേ തരും. നമ്മുടെ ഒരു സാലറിയാണത്. അല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് ഷോ ചെയ്തിട്ട്, എനിക്കറിയില്ല അത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാം മോഡലാവാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. ആ ഒരു എനിക്കറിയില്ല. ബിക്കോസ് ഇവിടെ കുറേ ആൾക്കാരുണ്ട്, എനിക്കറിയാവുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, മെയിൽ മോഡൽസ്. കുറേ ഡയറ്റ് ചെയ്ത് നല്ല പട്ടിണി കിടക്കും, ലിറ്ററലി പട്ടിണി കിടന്നിട്ട് ആ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് മോഡലിംഗ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ലൈക്ക് അവർക്ക് ഭയങ്കര പ്രൊഫഷണൽ കീപ്പ് ചെയ്ത് അപ്പം നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത ആൾക്കാർ കയറുമ്പോഴത്തേക്കിനും ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഇതും കുറയും, അവരുടെ ഡിമാൻഡ് കുറയും. അതങ്ങനെയാണ്. അത് ആക്ച്വലി അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു തിങ്ങാണ്. സോ ഡോണ്ട് ഡു ദാറ്റ്. ഇഫ് യു ആർ വെരി സീരിയസ് അബൌട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ സ്കിൽഫുള്ളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഇൻഡസ്ട്രിയിലേക്ക് കയറി ചെല്ലുക, ഇഫ് അത് ലോങ് ടേമിന് വേണ്ടിയാണെങ്കിൽ. സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു റവന്യൂ എന്നോട് ഞാൻ പറഞ്ഞില്ല, ഏണിങ്ങിനെ പറ്റി വേണമെങ്കിൽ ഇപ്പം എനിക്ക് ആദ്യത്തെ കുറച്ച് ഷോസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ യെസ് നല്ല ആൾക്കാരും പേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം എല്ലാവർക്കും പേ കിട്ടും. ഇൻഡസ്ട്രിയൊക്കെ മാറിയിട്ടുണ്ട്. എവരി വൺ ഈസ് ലൈക്ക് സാലറി ഒക്കെ കൊടുക്കുന്നുണ്ട്. ലൈക്ക് വെരി ഗുഡ് ആക്ച്വലി. യെസ്. സോ മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുക വാട്ട് ടൈപ്പ് ഓഫ് മോഡലിംഗ് നമുക്ക് സ്യൂട്ട് ആവും. അല്ലെങ്കിൽ ഏത് കാറ്റഗറി, റൺവേ ആണോ, എഡിറ്റോറിയലാണോ, കൊമേഴ്ഷ്യലാണോ, നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിച്ച് ചെയ്യുക. നമ്മൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് നമ്മളിപ്പം അല്ലാണ്ടത് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലോങ് ടൈം ആണെങ്കിൽ. ദെൻ ഞാനൊരിക്കലും മോഡലിംഗ് അത് മാത്രം പ്രൈമറി സോഴ്സ് ഓഫ് ഏണിംഗ് ഞാനത് ഒരിക്കലും പറയില്ല. കാരണം കേരളത്തിൽ ഈസ് വെരി ഹാർഡ് ആക്ച്വലി ടു ഏൺ. ഒരു മോഡലായിട്ട് തന്നെ ഏൺ ചെയ്ത് മേ ബി ഞാൻ ലൈക്ക് അങ്ങനെ ഏൺ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ആക്ച്വലി പഠിച്ചത് ബാക്കപ്പായിട്ടാണ് പഠിച്ചതും ജോലി ചെയ്തതൊക്കെ. ബിക്കോസ് അത് എത്രത്തോളം നമുക്ക് ഈ ഒരു മോഡലിംഗ് അല്ല ഈ ഒരു ഇത് പ്രൊഫഷണലായിട്ട് നമുക്ക് എത്രത്തോളം കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കത് പേഴ്സണലി ഡൗട്ടാണ്. കാരണം
ആ ഒരു ക്ഷാമം ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് സീസണൽ ഏണിങ്ങൊക്കെയാണ്. നമുക്കിപ്പോൾ സീസൺ അനുസരിച്ചാണ് വർക്ക്സും എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. ആർട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. സോ ബാക്കപ്പായിട്ട് എപ്പോഴും നിങ്ങൾ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ കുറച്ച് വർക്ക് എക്സ്പീരിയൻസും വെക്കുക. അത് ഏറ്റവും നല്ലതായിരിക്കും. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ വർഷങ്ങളായിട്ട് മോഡലിംഗ് ചെയ്തിട്ട് പിന്നെ ഒരു ഇതില്ലാണ്ട് പോയ ആൾക്കാർ കുറേ പേരുണ്ട്. ഹിറ്റായ ആൾക്കാരും ഉണ്ട്. സോ ബേസിക്കലി ലക്കും കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അതിപ്പോൾ ഏതൊരു ഫീൽഡാണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. സോ ബേസിക്കലി എഡ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എഡ്യൂക്കേഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ എഡ്യൂക്കേഷൻ കിറ്റ് ചെയ്തിട്ടൊന്നും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക ചെയ്തേക്കിൽ. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. കാരണം ഞാൻ MBA കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോഡലിങ്ങിന് കുറച്ച് നാൾ നടന്നപ്പോൾ എനിക്ക് വർക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സീസൺ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രശ്നം വന്നു. ഞാൻ പിന്നെ വർക്കിന് കയറി. എനിക്ക് ആ ഒരു ബാക്കപ്പ് ആ ഒരു എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് ആ ഒരു ജോലി എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് കുറച്ച് നാൾ വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ മോഡലിങ്ങിലേക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ മോഡലിലേക്ക് ഞാൻ ഇറങ്ങിയത്. അപ്പം ലൈക്ക് അതൊരു ആക്ച്വലി അത് സപ്പോസ് എനിക്കിത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഞാൻ 3-4 കൊല്ലം വീണ്ടും മോഡലിങ്ങൊക്കെ വേണ്ടി നടന്നിട്ട് വർക്കൗട്ട് ആയില്ലെങ്കിൽ തന്നെ എനിക്ക് ബാക്കപ്പ് ഉണ്ട്. സോ ബേസിക്കലി അതില്ലെങ്കിൽ എനിക്ക് എൻ്റെ പഠിത്തത്തിനനുസരിച്ചിട്ടുള്ള ജോലിയോ അല്ലെങ്കിൽ എനിക്ക് ആ ഒരു എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് എനിക്കത് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ഇഫ് നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേറൊരു കോഴ്സൊന്നും പോകാണ്ട് തന്നെ ഫുൾ ടൈം ഇതിന് വേണ്ടി ഇറങ്ങി തിരിഞ്ഞിട്ട് മേ ബി അത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു വർക്കില്ലാണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഫീൽഡ് ഔട്ടായി പോകുന്ന സമയത്ത് മേ ബി നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും നിങ്ങളിൽ മേ ബി വേറൊരു വർക്കോ ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥ വരാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ പോയവരുണ്ട്. അല്ലാതെ തന്നെ അത് പ്രൊഫഷണലായിട്ട് കീപ്പ് ചെയ്ത് സക്സസ്ഫുൾ ആയ ആൾക്കാരും ഉണ്ട്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫെയ്റ്റ്. എല്ലാ വിധികളാണ്, എല്ലാം ലക്കാണ്, ഹാർഡ് വർക്ക്, എല്ലാം കുറേ കാര്യങ്ങളിലൂടെ ഒത്തുചേരുമ്പോഴാണല്ലോ സക്സസ് വരുന്നത്. സോ എപ്പോഴും നിങ്ങൾ ബാക്കപ്പ് വെക്കുക. ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ ബാക്കപ്പ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ബ്രേക്ക് ചെയ്തിട്ടൊന്നും ഒരിക്കലും മോഡലാവാനോ അല്ലെങ്കിൽ ഇതിനും ഇറങ്ങി തിരിച്ചേക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ എല്ലാ ഫേസിലൂടെയും കടന്നു വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ബോഡി ഫാറ്റായിട്ട് ബൾക്കായിട്ട് ഞാൻ മോഡലിംഗ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ലീനായിട്ട് ഞാൻ മോഡലിംഗ് ചെയ്തു. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മോഡലിംഗ് ചെയ്തു. ലൈക്ക് അത് എല്ലാം കണ്ടീഷനോടും പോയതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ബാക്കപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മോഡലിംഗ്. ബിക്കോസ് വർക്ക് റൺവേ മോഡലാണെങ്കിൽ വർക്കൊക്കെ കമ്മിയായിരിക്കും. എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞ വർക്കൊക്കെ റെയറാണ്. പിന്നെ നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് നമുക്കൊരു വൈഡ് അപ്രോച്ചിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൊമേഴ്ഷ്യൽ മോഡലിംഗ് ഇസ് വെരി ഗുഡ് ആക്ച്വലി. ഞാൻ റൺവേ മോഡലിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പിന്നെ കൊമേഴ്ഷ്യൽ മോഡലിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ റൺവേ മോഡലായിട്ട് ഞാൻ നാട്ടിലേക്ക് ചെല്ലുമ്പം അങ്കിളൊക്കെ ചോദിക്കുമ്പോൾ എന്നാ പരിപാടി എന്ന് വെച്ചാൽ മോഡലെന്ന് പറയുമ്പോഴത്തേന് അവർക്ക് ആർക്കും അറിയില്ല. കാരണം ഈ ഡിസൈനർ ഷോയോ അല്ലെങ്കിൽ ഈ ബ്രാൻഡ് ഷോ ഒന്നും കാണാൻ ആരും വരാറില്ല. പിന്നെ ഞാൻ വെൻ ഇറ്റ് കംസ് ടു കൊമേഴ്ഷ്യൽ മോഡലിങ്സ് ചെയ്യാൻ നേരമാണ് സത്യം പറഞ്ഞാൽ 4 ആൾ തിരിച്ചറിയാൻ തുടങ്ങിയത്. കാരണം എൻ്റെ ഫസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കൊമേഴ്ഷ്യൽ മോഡലിംഗ് ലൈക്ക് കൊമേഴ്ഷ്യൽസ് ആർട്സ് ചെയ്യുക, പ്രിൻറ്റ് മോഡലിംഗ് ചെയ്യുക, പരസ്യങ്ങൾ ചെയ്യുക, ന്യൂസ് പേപ്പറിൽ പ്രിൻറ്റ് ഹോർഡിങ്സ് ഒക്കെയാണ് കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത്, പ്രിൻറ്റ് മോഡലിംഗ് എന്ന് പറയുന്നത്, എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് ആഡ് കല്യാൺ സിൽക്സിൻ്റെ ആയിരുന്നു. ഫസ്റ്റ് TVC എൻ്റെ ഫസ്റ്റ് TVC കല്യാൺ സിൽക്സിൻ്റെ അവിടെ. ആ ഒരു പരസ്യത്തിൽ ഒരു 2-3 ലൈക്ക് ആ ഒരു പരസ്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നാലും എനിക്ക് കാണുമ്പോഴത്തേനും എല്ലാവരും ഹാപ്പിയായി. ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളൊരു ഇത് വന്നു. കുറച്ച് പേരെങ്കിലും തിരിച്ചറിയാൻ തുടങ്ങി. പിന്നെ കല്യാൺ സിൽക്സിന് എനിക്ക് TVC ആണെങ്കിലും പ്രിൻ്റ് ആണെങ്കിലും അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ ബ്രാൻഡ്സ് ലൈക്ക് കേരളത്തിന് പുറത്താണെങ്കിലും കുറേ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേനും ആൾക്കാർ നമ്മളെ നോട്ട് ചെയ്യും, നമുക്ക് അത്യാവശ്യം നല്ല പേയ്മെൻറ്റും കിട്ടും. സോ എനിക്ക് തോന്നുന്നത് റൺവേ മോഡൽ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ യു ഷുഡ് ഹിറ്റ് ഫോർ പ്രിൻറ്റ് മോഡലിംഗ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ. നിങ്ങൾക്കിപ്പോൾ ഡയറക്റ്റ് ഒരു പ്രിൻ്റോ കൊമേഴ്ഷ്യലോ കിട്ടുകയാണ് ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നത് ബെറ്റർ അതാണ്. നമുക്ക് ഒരു എന്താ പറയുക, സ്റ്റേബിളായിട്ടുള്ളൊരു സംഭവം കിട്ടും. സോ അതൊക്കെയാണ് എൻ്റെ ഒരു ജേർണി. എൻ്റെ ജേർണി എല്ലാവർക്കും അറിയാം. സോ നിങ്ങളൊരു മോഡലാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് അത് ഇറങ്ങിത്തിരിക്കുക. നല്ല ഡെഡിക്കേഷൻ ചെയ്യണം, നല്ല ഡെഡിക്കേറ്റീവ് ആയിരിക്കണം നിങ്ങൾ. ഈ ഒരു ചുമ്മാ ഷോ ഓഫിന് വേണ്ടി ഒന്നും ഒരിക്കലും മോഡലിംഗ് ഷോ ഓഫിന് വേണ്ടി ഒരു പ്രൊഫഷനും നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടില്ല. മെയിൻ തിങ് മോഡലിംഗ് ഒന്നും ഒരിക്കലും ഷോ ഓഫിന് വേണ്ടിയുള്ളൊരു ഇൻഡസ്ട്രി അല്ല. അത് ഭയങ്കര കഷ്ടപ്പാടാണ്. എല്ലാത്തിലും കഷ്ടപ്പാടുണ്ട്. ഇതും അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ്, നമ്മുടെ ഒരു ഫിസിക്ക് നമ്മൾ നോക്കണം. നിങ്ങൾ ആ കാണുന്ന ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് റൺവേ മാത്രം നിങ്ങൾ കാണുള്ളൂ. അതിന് മുമ്പ് അതിന് തലേദിവസമുള്ള പ്രാക്ടീസ്,
അതിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് കുറേ നമുക്ക് എൻ്റെ ഫോണിലൊക്കെ ഇപ്പോഴും ഉണ്ട് കൊറിയോഗ്രാഫി തെറ്റിച്ച് ലൈക്ക് കൊറിയോഗ്രാഫ് ഇങ്ങനെ എഴുതി വെക്കുന്നതും നമ്മളെപ്പം എൻട്രി ചെയ്യണം എപ്പം നമ്മൾ പിലോട്ട് ചെയ്യണം കുറേ കാര്യങ്ങൾ എനിക്ക് കുറേ ഞങ്ങൾ തെറ്റിച്ചിട്ട് വഴക്ക് കേൾക്കാം, തെറി വിളിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ നമ്മളെല്ലാത്തിനും ലൈക്ക് എല്ലാ പ്രൊഫഷൻ പോലെ ഇതും അത് പ്രൊഫഷനായിട്ട് തന്നെ കാണുക, അല്ലാതെ രണ്ടുപേരോട് പറയാൻ ഞാൻ മോഡലാന്ന് പറയാൻ വേണ്ടി ചെയ്തേക്കില്ല ഈ ഒരു പരിപാടി. കാരണം നമുക്ക് പാഷൻ ആണെങ്കിൽ മാത്രമേ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരിക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾക്കിപ്പം എത്ര ലേറ്റ് ആണെങ്കിലും കിട്ടും. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ആദ്യത്തെ 2-2.5 വർഷം എനിക്കൊരു തേങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് പോളിഷ് ചെയ്ത് എനിക്കിത് വേണമെന്നുള്ളൊരു വാശിയുള്ളതുകൊണ്ട് മാത്രമാണ് 4-3-7 ആൾക്കാർക്ക് അറിയാൻ പറ്റിയത് ആ സമയത്ത് ഇപ്പോഴും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. അതിനെപ്പറ്റി നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഗോ ഫോർ ഇറ്റ്. അതിലിപ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. നിങ്ങളതിൽ 100% നമ്മളത് കമ്മിറ്റ്മെൻറ്റ് ഇട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റും. അതിൽ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മേ ബി ലേറ്റ് ആയിട്ടായിരിക്കാം. അറ്റ് സെയിം ടൈം നിങ്ങളത് ആലോചിക്കുക, അറ്റ് ദാറ്റ് ടൈം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നിങ്ങളൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത ആ നാളുകൾ വെറുതെ ആയി പോയാലെന്ന് ഒരിക്കലും ആലോചിക്കാൻ പാടില്ല. സോ റൈറ്റായിട്ട് ചൂസ് ചെയ്യുക, റൈറ്റായിട്ട് വർക്ക് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മേ ബി ഞാൻ ഇതിൻ്റെ കോമൻസ് ഒക്കെ വായിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു സെക്കൻഡ് പാർട്ട് മേ ബി റൈറ്റായിട്ട് ഞാൻ ഒരു കാഷ്വലായിട്ടുള്ള വീഡിയോ എടുത്താണ്. ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കീനോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്ത വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നി, ഞാൻ അപ്പോൾ സ്പോട്ടിലെടുത്തൊരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഞാൻ ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയാം. സോ ഇതൊക്കെ തന്നെ, റൈറ്റ്? ഓക്കെ. ആൻഡ് ബൈ ദ വേ നമ്മുടെ മദ്രാസ് മേല 2 മില്യൺ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അത് കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. സോ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.